ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ ബുറൂജിൽ പറഞ്ഞ വസ്സമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ്, ആ യൗമുൽ മൗഊദ് എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല വഷാഹിദിൻ വ മഷ്ഹൂദ്, അതുപോലെ തന്നെ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ അറഫയുടെ ദിവസമാണ്, അറഫ ദിവസമാണ്. ഷാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെയുമാണ്. അഥവാ ഈ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഈ മൂന്ന് സംഗതികളും ഒരേപോലെ ഒരുമിച്ച് കൂടിയ ഒരൊറ്റ ദിവസത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇങ്ങനത്തെ ഒരു ദിവസത്തിലാണ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരും അറഫ മൈതാനിയിൽ സംഗമിച്ചത്. അവിടെ വെച്ചുകൊണ്ടാണ്, അന്നേ ദിവസമാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിറങ്ങുന്നതും അറഫാത്തിൻ്റെ മൈതാനത്തിലാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ മേഖലയിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലേക്കും അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട്. ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നില്ലയോ? പരിശുദ്ധമായ ദീനിൻ്റെ സമസ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സമ്പൂർണ്ണത നടന്ന, ഏറ്റവും വലിയ വിളംബരം നടന്ന പ്രഖ്യാപനമാണ് അറഫ മൈതാനിയിൽ അന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളുടെ മഹത്വങ്ങൾ ഏറെയാണ്. വെള്ളിയാഴ്ചയായി എന്നതൊരു മഹത്വമാണ്, അറഫയുടെ ദിവസമായി എന്നത് മറ്റൊന്നാണ്, ദുൽഹിജ്ജ മാസമായി എന്നത് മറ്റൊന്നാണ്, നമ്മൾ ജുമുഅ നിർവഹിച്ചു എന്നത് മറ്റൊന്നാണ്. എല്ലാത്തിൻ്റെയും ശ്രേഷ്ഠതകളെ അല്ലാഹു നമ്മുടെ രണ്ട് ലോകത്തേക്കും അല്ലാഹു കബൂൽ ചെയ്ത് നൽകുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പാവപ്പെട്ടവരായ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുന്നത് സമ്പത്തുള്ള ആളുകളാണല്ലോ, ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം ഹബീബേ? ഹബീബായ റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിൻ്റെ സംശയമാണ്, നല്ല മുതലാളിമാരാകുന്ന ആളുകളൊക്കെ അവരെല്ലാവരും ഹജ്ജിന് പോകുന്നുണ്ട്, വാഹനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നുണ്ട്. ഇന്നാണെങ്കിലോ നല്ല ഉന്നതമായ യാത്രാ സൗകര്യങ്ങളോട് കൂടെയുള്ള ഫ്ലൈറ്റുകളിൽ നമ്മൾ യാത്ര പോവുകയാണ്. പക്ഷേ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് മറുപടി പറയുന്നുണ്ട്. പാവപ്പെട്ട സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, സമ്പന്നരെല്ലാം ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ലഭിച്ചതുപോലെയുള്ള പദവി ഞങ്ങൾക്കും ലഭിക്കണം നബിയെ. ഞങ്ങളുടെ കയ്യിലാണെങ്കിലോ സമ്പത്തില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നുണ്ടല്ലോ, പക്ഷേ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെക്കാൾ അവർ ഒരുപടി മുന്നിലാണല്ലോ. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഹജ്ജിന് പോവുക? ഞങ്ങൾ എങ്ങനെയാണ് ഉംറക്ക് പോവുക? ഞങ്ങളുടെ കയ്യിൽ വളരെ സാമ്പത്തികമായി ഞങ്ങൾ പിന്നോക്ക അവസ്ഥയിലാണ്. അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും അവർക്ക് എന്തൊക്കെ പ്രതിഫലം അല്ലാഹു നൽകുമോ അതേപോലെയുള്ള പ്രതിഫലം ഞങ്ങൾക്കും ലഭിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു അമൽ പാവങ്ങളായ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ യാ റസൂലല്ലാഹ്? അള്ളാഹിൻ്റെ ഹബീബിനോട് പാവപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്. ഞങ്ങൾ അവർ തസ്ബീഹ് ചെല്ലുന്നത് പോലെ ചെല്ലുന്നുണ്ട്, അവർ നിസ്കരിച്ചതുപോലെ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർ ഞങ്ങളെക്കാൾ മുന്നിലാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഹജ്ജിനും ഉംറക്കുമെല്ലാം പോവുക? അതുകൊണ്ട് ഞങ്ങൾക്കും അവർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പവിത്രതയും പരിശുദ്ധിയും
ശിക്ഷയും നൽകാൻ ഉതകുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ യാ ഹബീബല്ലാ. അവർ പറഞ്ഞു, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും തുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ തലാതം വതലാതീന. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളൂ, 33 അൽഹംദുലില്ലാ പറഞ്ഞോളൂ, 33 അല്ലാഹു അക്ബർ പറഞ്ഞോളൂ എന്ന ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീവി പ്രയാസകരമായ സാഹചര്യത്തിൽ അഥവാ ഗോതമ്പ് കൊണ്ടുവന്നിട്ട് ആട്ട് കല്ലിൽ അരച്ചിട്ട് കയ്യിക്ക് തഴമ്പ് വന്ന് തഴമ്പ് പൊട്ടിയിട്ട് രക്തമൊലിച്ചപ്പോ സ്വഹാബ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ, ഒരു അടിമ സ്ത്രീയെ തരാമോ? യുദ്ധം കഴിഞ്ഞ് ഗനീമത്തിലൂടെ ധാരാളമായിട്ട് അടിമ സ്ത്രീകളെ കിട്ടിയിട്ടുണ്ടല്ലോ, അങ്ങയുടെ കരളിന്റെ കഷ്ണമായ പൊന്നുമോൾക്ക് ഒരു വേലക്കാരിയെ തരാമോ? ബാപ്പ കൊടുക്കുമെന്നാണ് ഫാത്തിമ വിചാരിച്ചത്. പറഞ്ഞു, ഇല്ല പൊന്നുമോളെ ഫാത്തിമ, നിനക്ക് വേലക്കാരിയെ തരാൻ സാധ്യമല്ല. കാരണം റസൂലുള്ള പറഞ്ഞത്, നീ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ നീ. അതുകൊണ്ട് നിനക്ക് വേലക്കാരിയെ തരാൻ, നിനക്ക് സന്തോഷം തരാൻ, നിനക്ക് ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫാത്തിമ. അതുകൊണ്ട് വേലക്കാരിയെ തരാൻ സാധ്യമല്ല. ഫാത്തിമ പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ പ്രയാസത്തിലാണ്. ഒരൊറ്റ വിരിപ്പിൽ ഒരൊറ്റ പുതപ്പിൻ്റെ കഷ്ണത്തിലാണ് അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും കൂടെ കിടന്നത്. ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ചപ്പോഴും റസൂലുള്ളാഹി തങ്ങളൊരു വേലക്കാരിയെ കൊടുത്തിട്ടില്ല. തഴമ്പ് പൊട്ടിയിട്ട് രക്തമൊലിക്കുന്നത് റസൂലുള്ളാഹിക്ക് പൊന്നുമോള് കാണിച്ചു കൊടുത്തു, പക്ഷേ വേലക്കാരിയെ കൊടുത്തിട്ടില്ല. ആ ഫാത്തിമ ബീവിയോട് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് അന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത 2 മാർഗങ്ങളാണുള്ളത്. ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ജീവിതത്തിലെ പ്രയാസം മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ എത്രയാണോ നിനക്ക് ചൊല്ലാൻ സാധിക്കുക അത്രയും നീ അധികരിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തത്, യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ വയാ ഖൈറർ റാസിഖീൻ വയാ ദൽ ഖുവ്വത്തിൽ മതീൻ വയാ അർഹമർ റാഹിമീൻ. ഈ ദിക്റിനെ ധാരാളമായി അധികരിപ്പിച്ചോളൂ ഫാത്തിമ. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും 33 സുബ്ഹാനല്ലാഹ് പറഞ്ഞോളൂ, 33 അൽഹംദുലില്ലാ ചൊല്ലിക്കോളൂ, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കോളൂ. വേറൊരു റിപ്പോർട്ടിൽ 34 അല്ലാഹു അക്ബർ എന്ന അഭിപ്രായവുമുണ്ട്. പക്ഷേ സ്വഹാബത്ത് വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെ ചോദിച്ചപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ അല്ലാഹു അക്ബർ 34 ആക്കണോ എന്ന ചർച്ച വന്നപ്പോ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ മറ്റെല്ലാ ദിക്റുകളും 33 ചൊല്ലുന്നത് പോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഹത്താ യകൂന മിൻഹുന്ന കുല്ലുഹുന്ന 33 എല്ലാം 33 ആകുന്നത് വരെ ചൊല്ലിക്കോളൂ. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. ലക്ഷക്കണക്കിന് ചിലവഴിച്ചിട്ട് ഹജ്ജിനും ഉംറക്കും പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ അഭിസംബോധനം ചെയ്തത്. ഒരുപാട് സന്ദേശങ്ങളാണല്ലോ അന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ആ പ്രസംഗം മുത്തുനബി തുടങ്ങിയത് തന്നെ ആ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കായ സ്വഹാബത്തിനെ കോരിത്തരിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പ്രഭാഷണം ആരംഭിച്ചത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ തുടങ്ങിയത് തന്നെ എങ്ങനെയെന്നറിയോ സഹോദര? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ ഖൗലി, ഞാൻ ഈ പറയുന്ന വാക്കുകൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അൽഖാകും ബഅദ യൗമി ഹാദാ, ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ എന്നെ
കണ്ടുമുട്ടിക്കോളണമെന്ന് എന്ന് സാധ്യതയില്ല, നിങ്ങളെന്നെ കാണാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് നമ്മളിങ്ങനെ കണ്ടുമുട്ടുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളണേ. ഈ ഒരൊറ്റ വാക്കാണ് സ്വഹാബത്തിന് വല്ലാതെ വേദനയുണ്ടാക്കിയത്. റസൂലുള്ളാഹിന്റെ കൂടെ നിഴലുപോലെ സഞ്ചരിച്ച അബൂബക്കർ തങ്ങൾക്കത് സഹിക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ആണത്തത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരവും നേടിക്കൊടുത്ത കറുത്തവരുടെ രാജാവാകുന്ന സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ സാധിച്ചിട്ടില്ല. മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ അമരക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കത് സഹിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കത് സഹിച്ചിട്ടില്ല. എല്ലാവരും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ അറഫാത്തിന്റെ മൈതാനത്തിൽ പ്രസംഗം റസൂലുള്ളാഹി തങ്ങളുടെ പ്രസംഗം സ്വഹാബത്ത് ശ്രവിച്ചത്. കാരണം ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ രക്തത്തെയും നിങ്ങളുടെ അഭിമാനത്തെയും അത് പരസ്പരം അതിനെ പിച്ച് ചീന്തുന്നത് നിങ്ങൾക്ക് ഹറാമാണ്. ആ ഒരു കാരണവുമില്ലാതെ മറ്റൊരുത്തൻ്റെ രക്തം ചിന്താനോ അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനോ അവൻ്റെ സമ്പത്ത് അപഹരിക്കാനോ, നമ്മൾ പ്രസവിച്ച് വീഴുമ്പോൾ ഒന്നുമില്ലാതെ വന്നവരാണ്, ഒന്നുമില്ലാതെ 3 കഷ്ണം ഏറ്റവും വില കുറഞ്ഞ തുണിയിൽ പൊതിഞ്ഞു പോകേണ്ടവരാണ്. പക്ഷേ നമ്മളൊരു സെന്റ് ഭൂമിക്ക് വേണ്ടി, ഒരടി സ്ഥലത്തിന് വേണ്ടി എന്തെല്ലാം യുദ്ധങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടാര കൊണ്ട് കുത്തിമലർത്തുന്ന മക്കൾ ഇന്നേ വരെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ടൊരു സെന്റ് സ്ഥലത്തിൻ്റെ തർക്കത്തിന് വേണ്ടി ഉമ്മ എന്ന് വിളിക്കാത്ത മക്കൾ. ഇതെല്ലാം വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ സഹോദര, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കും? മാത്രമല്ല, ഈ ആഖിറു സമാനിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും മരിക്കേണ്ടവരാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാ. പക്ഷേ മരിക്കുമെന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിലും നമ്മളെല്ലാവരും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. 1500 കൊല്ലം മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം. ഒരാളുടെ രക്തവും ഒരാളുടെ സമ്പത്തും ഒരാളുടെ അഭിമാനവും എല്ലാം പരസ്പരം ഹറാമാണ്. നമ്മളെ കാരണം കൊണ്ട് ഒരാളുടെ അഭിമാനത്തിന് വേദനയുണ്ടാകരുത്, ഒരാളുടെ സമാധാനം നമ്മളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല. എന്നിട്ട് ഹബീബായ തങ്ങളാ വിളംബരം നടത്തിയിട്ട് പറഞ്ഞു, അതെല്ലാം പരിശുദ്ധമാണ്, അതെല്ലാം പവിത്രമാണ്. നമുക്ക് 2 വാക്ക് പറയാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും മറ്റുള്ളവരെ പറ്റി. പക്ഷേ നമ്മൾ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കാനോ അതല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്താനോ, നമ്മൾ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അഭിമാനം ഒരു മനുഷ്യന് വലുതാണ്. അതുകൊണ്ടത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നിട്ട് മുത്തുനബി പറയാണ്, കഹുർമത്തി യൗമിക്കും ഹാദാ. ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എത്രയാണോ അതുപോലെ അന്യൻ്റെ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കണേ, അന്യൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കണേ, അന്യൻ്റെ ശരീരത്തോട് അന്യായമായി നിങ്ങൾ അക്രമം ചെയ്യരുത്. ഫീ ബലദിക്കും ഹാദാ. ഈ നാടിൻ്റെ പവിത്രത പോലെ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഫീ ഷഹരിക്കും ഹാദാ. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം സ്വഹാബത്തിനോട് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശിരസ് ആകാശത്തിലേക്ക്
ഉയർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു. പടച്ചവനെ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ ഇവരിലേക്ക് എത്തിച്ചു കൊടുത്തില്ലയോ അല്ലാ, ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ തമ്പുരാനെ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. അവിടത്തെയുടെ ശിരസ് ആകാശത്തിലേക്ക് ഉയർത്തുകയാണ്. അവിടത്തെയുടെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി നിറവേറ്റിയിട്ടില്ലയോ? റസൂലുള്ളാഹിന്റെ കക്ഷത്തിന്റെ വെളുപ്പ് താഴെ നിൽക്കുന്ന സ്വഹാബത്തിനെ കാണുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് അറഫ മൈതാനിയിൽ കൈ ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഇലാഹി അന അബ്ദുകൽ ഫഖീർ, അന അബ്ദുകൽ മുദ്നിബുൽ മുഖ്തിഉൽ ഫഖീർ, അൽ വജലുൽ മുഷ്ഫിഖുൽ മുഖിറുൽ മുഅ്തരിഫു ബിദുനൂബി, അദൂക ദുആ അൽ ഖായിഫുൽ ലരീർ. ഈ പാവപ്പെട്ട അടിമ ഇതാ നിന്നോട് കൈമലർത്തുന്നു റബ്ബേ, എൻ്റെ ദുആ തട്ടിക്കളയല്ല തമ്പുരാനെ എന്ന് പറഞ്ഞൊരു കുഞ്ഞു കുട്ടി കരയുന്ന പോലെ റസൂലുള്ളാഹി തങ്ങൾ തേങ്ങിക്കരഞ്ഞ് അറഫ മൈതാനിയിൽ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്. ആ അറഫ നൽകുന്ന പാഠവും അത് തന്നെയാണ്. ഏറ്റവും വലിയ സമ്പത്തുള്ളവനും ഏറ്റവും വലിയ പാവപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേകമായ സംഗമ ഭൂമിയാണ് പരിശുദ്ധമായ അറഫ. റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ, സ്വഹാബ, ഇന്ന അബാക്കും റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ അല്ലാഹു ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒരുവനാണ്. കുല്ലുക്കും ലി ആദം, നിങ്ങളെല്ലാവരും ആദം നബിയിൽ നിന്ന് പിറന്നവരാണ്. വ ആദമു മിൻ തുറാബ്, ആദം നബി മണ്ണിൽ നിന്ന് വന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അതുകൊണ്ട് ലാ ഫളല ലി അറബിയിൻ അലാ അജമി, ഒരു മലയാൻ അറബിയേക്കാൾ അറബിക്ക് സ്ഥാനമില്ല. അതുപോലെ തന്നെ വലാ അറബിയിൻ അലാ വലാ ലി അഹ്മറ അലാ അസ്വദ, കറുത്തവന് വെളുത്തവനേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും സമ്പത്തുള്ളവന് ഇല്ലാത്തവനേക്കാളും ആർക്കും ഒരു സ്ഥാനവുമില്ല. ഇവിടെ സ്ഥാനമുള്ളത് ഇല്ലാ ബിത്തഖ്വാ. അറഫാത്തിന്റെ മൈതാനിയിൽ റസൂലുള്ളാഹി പറയാണ്, കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല, സമ്പത്തില്ലാത്തവന് ഉള്ളവനേക്കാൾ സ്ഥാനമില്ല. ഒരിക്കലും ഒരാൾക്കും ഒരാളെക്കാളും പദവിയില്ല. പക്ഷേ ഇവിടെ എല്ലാവരും സമന്മാരാണ്. ഉന്നതമായ സോപാനങ്ങളിൽ വിരാജിക്കുന്നവരും ഉള്ളത് വിറ്റുപെറുക്കിയിട്ട് പരിശുദ്ധമായ ഹജ്ജിന് പോയവരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഒരേ മനസ്സോടെ ഒരേ തൽബിയത്തിന്റെ മന്ത്രങ്ങളോടെ. അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആർക്കും ആരെക്കാളും സ്ഥാനമില്ല. നാട്ടിൽ നമുക്ക് തോന്നും ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ തമ്പുരാനെന്ന്. ഒന്നുമല്ല സഹോദര, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബ, എല്ലാവരും സമന്മാരാണ്. സ്ഥാനമുള്ള ആളുകൾ ആരെന്നറിയോ? ഇല്ലാ ബിത്തഖ്വാ. തഖ്വ കൊണ്ടേ സ്ഥാനമുള്ളൂ. തഖ്വ കൂടുതലുണ്ടോ അവരവിടെ ഉയർന്നു നിൽക്കും, അതിൽ സംശയമില്ല. അല്ലാത്ത ഒരാൾക്കും എന്തില്ല, ഒരാളെ കാട്ടി സ്ഥാനമില്ല. ഏറ്റവും കുറഞ്ഞ വിലൻ്റെ ഡ്രസ്സ് ഇട്ടോനാവട്ടെ, മുന്തിയത് ഇട്ടോനാവട്ടെ, നല്ല വെളുത്ത ആപ്പിള് പോലെ സുന്ദരനാവട്ടെ, ഇതൊന്നും അവിടെ പ്രശ്നമില്ല. എല്ലാവരും സമന്മാരാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ ബിലാൽ തങ്ങളെയും സൽമാനുൽ ഫാരിസി തങ്ങളെയും വിളിച്ചിട്ട്, സൽമാനുൽ ഫാരിസി തങ്ങൾ നല്ല സൗന്ദര്യവാനാണ്, വെളുത്ത മനുഷ്യനാണ്. ബിലാൽ തങ്ങളോ കറുത്ത മനുഷ്യനാണ്. രണ്ടു പേരെയും ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് വർഗവിവേചനവും വർണ്ണവിവേചനവും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞവരാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അറഫയിൽ മുത്തനബി തന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഒന്നതാണ്. മറ്റൊരു സന്ദേശമാണ്, ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു പ്രയാസവും വരരുത്, മറ്റുള്ളവൻ്റെ സമ്പത്തിൽ നമ്മൾ കൈകടത്തരുത്, അവൻ്റെ അഭിമാനത്തിന് നമ്മളെ കൊണ്ട് പോറലേൽക്കാൻ പാടില്ല. എന്തൊരു
വിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ്റെ കയ്യടിക്കോ അവൻ്റെ എന്തെങ്കിലും ഒരു മുതലെടുപ്പിനോ വേണ്ടി പറയാൻ പാടില്ല. നല്ലതേ പറയാവൂ, നല്ലതേ വിധിക്കാവൂ, നല്ല രീതിയിലേ സഞ്ചരിക്കാവൂ. കാരണം സമ്പത്ത് അത് വിലപ്പെട്ടതാണ്, അഭിമാനം അത് വളരെയേറെ വിലപ്പെട്ടതാണ്. എൻ്റെ ശരീരത്തിലോടുന്ന എൻ്റെ സിരകളിലൂടെ സഞ്ചരിക്കുന്ന രക്തം അതെനിക്ക് വിലപ്പെട്ടതാണ്. ഈ പരിശുദ്ധമായ ദിവസത്തിനും മാസത്തിനും ഈ സമയത്തിനും എത്ര പവിത്രതയുണ്ടോ അതേ പവിത്രതയോടെ അതിനെയും നിങ്ങൾ കാണണേ എന്ന് 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ, ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളും തർക്കങ്ങളും അതിര് തർക്കങ്ങളും പ്രശ്നങ്ങളിലൂടെയൊക്കെ നേടാൻ പറ്റിയത് എന്താണ്? എന്താ നേടാൻ പറ്റിയത്? കൊല്ലക്കണക്കിന് കാലമായിട്ട് തൻ്റെ സഹോദരനെയോ തൻ്റെ മാപ്പായോ അല്ലെങ്കിൽ ഉമ്മയെയോ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കാനോ ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനോ സാധിക്കാത്ത പ്രശ്നങ്ങളാണ്. ഇതെല്ലാം വന്നത് ഒന്നുമില്ലാതെ വന്ന നമ്മളിൽ നിന്നാണ്. മനസ്സിലായില്ല? ഇതെല്ലാം ഉണ്ടായത് ഒന്നുമില്ലാതെ വന്ന, അഥവാ പ്രസവിച്ച് വീണ ഉടനെ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പോലും നമുക്ക് കഴിവില്ല. നമ്മളെ ചെരിച്ച് കിടത്തിയാൽ നമ്മളങ്ങനെ കിടക്കും. ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് കമിഴ്ന്ന് കിടക്കുന്നത്. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്ന് മുട്ടുകുത്താൻ ശ്രമിക്കുന്നത്, ഇരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോടടുക്കുമ്പോഴാണ് നമ്മളൊന്ന് പിച്ച വെക്കാൻ തുടങ്ങുന്നത്. നമ്മളെ അഹങ്കാരം എന്നാൽ ഒന്നുമല്ലാത്ത, നമ്മൾ തീരെ നിലയും വിലയും കൽപ്പിക്കാത്തൊരു നാൽക്കാലിയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതെങ്കിൽ പെറ്റിങ്ങണ്ട് വീണ ഉടനെ ആദ്യം ചെയ്യണ പണി എന്താ? ഒന്ന് നീച്ച് നിൽക്കാൻ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്നുമല്ലാത്ത ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ബലഹീനനാണ്, എങ്കിലും അവൻ്റെ അഹങ്കാരത്തിൽ അവൻ രാജാവാണ്. അതുകൊണ്ടാണ് 1500 കൊല്ലം മുമ്പ് മുത്തുനബി അറഫയുടെ മൈതാനത്തിൽ വെച്ച് പറഞ്ഞത്, അന്യൻ്റെ സമ്പത്തും അന്യൻ്റെ രക്തവും അന്യൻ്റെ അഭിമാനവും അത് പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ്. അതിനെ കാത്തു സൂക്ഷിക്കണം. ഒരാളുടെ അഭിമാനത്തിലും ഒരാളുടെ രക്തത്തിലും ഒരാളുടെ സമ്പത്തിലും നിങ്ങൾ കൈകടത്താൻ പാടില്ല. ഇത്രയും വലിയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തിൻ്റെ ചരിത്രത്തിൽ പിന്നുണ്ടായിട്ടില്ല. സ്വഹാബത്ത് അങ്ങനത്തെ ഒരു പ്രഭാഷണം പിന്നെ കേട്ടിട്ടുമില്ല. അത് തുടങ്ങിയ സമയത്ത് തന്നെ സ്വഹാബത്താകെ വിറച്ചുപോയിന്ന. കാരണം എന്തേ പറഞ്ഞതെന്നറിയോ? ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞ അടുത്ത കൊല്ലങ്ങൾ എന്നെ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇതിൻ്റെ കേട്ടപ്പോൾ തന്നെ സ്വഹാബത്ത് തകർന്നു. ഈ ഒരൊറ്റ വാക്കിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗം തുടങ്ങുന്നത്. ആരാണ് റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെ കൊണ്ടു നടന്നവരാ അബൂബക്കർ തങ്ങൾ, എങ്ങനെ കൊണ്ടു നടന്നവരാ സ്വഹാബത്ത്? റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്ത അറിഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞ സ്വഹാബത്തുണ്ട്. കാരണം അത്രത്തോളം അവരൊക്കെ ഹബീബിനെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ഈ ഒരു ദിവസത്തിൻ്റെ പവിത്രത അത്രമേൽ വലുതാണ്. നിങ്ങൾക്കൊക്കെ പ്രയാസങ്ങളുണ്ടാവും. ഓരോരുത്തരുടെ പ്രയാസങ്ങളും ഇന്ന് മഗ്‌രിബിൻ്റെ മുന്നേ ആയിക്കൊണ്ട് ഒരല്പസമയമെങ്കിലും റബ്ബിലേക്കൊന്ന് കൈ ഉയർത്താനുള്ള സമയങ്ങൾ കണ്ടെത്തുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ നിങ്ങളെ ദുന്യവിയും മുഖ്റവിയുമായ കാര്യങ്ങളും ഉൾപ്പെടുത്താം. അത്രത്തോളം ഇജാബത്തുള്ള പരിശുദ്ധമായ ഒരു ദിവസമാണ് ഈ അറഫ എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് അറഫയുടെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ദിക്റേതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹിൻ്റെ ഹബീബ് അറഫയിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ദിക്റതാണ്. ആ ദിക്റുകളൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകളൊക്കെ അധികരിപ്പിക്കുക. ഇന്നത്തെ ഈ ഒരു ദിവസം വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും, അറഫൊക്കെ ഇന്നലെ കഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ മിഞ്ഞാന്ന് പറയേണ്ടതായിരുന്നു. അല്ല, അങ്ങനെ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടെന്ത്, ഇന്നിപ്പോൾ അവിടെ പെരുന്നാളല്ലേ, ഇന്നിപ്പോൾ ഞമ്മക്ക് അറഫ അവിടെ സുബഹി ബാങ്ക് കൊടുക്കണ നേരത്താണോ നമ്മൾ കൊടുക്കൽ? ആണോ? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ മുഖ്ലിസായ ആൾക്കാരായിട്ട് ഇറങ്ങും. അറഫ അവിടെ കഴിഞ്ഞില്ലേ, എന്നാൽ അറഫ സംഗതി ഇന്നലെയും നോമ്പെടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ, കാരണം വ്യാഴാഴ്ച സുന്നത്ത് നോമ്പാണ്. പിന്നെ ദുൽഹിജ്ജയിലെ 10 ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, അങ്ങനെയും ചെയ്യാം. അറഫയുടെ സുന്നത്ത് നോമ്പ് അത് അവിടെ അറഫ നടക്കുന്ന സമയത്ത് നോൽക്കണം എന്നല്ല. നമ്മുടെ ദിവസവും മാസവും എല്ലാം എന്താണോ നമ്മുടെ നാട്ടിലെ ഗതിവിഗതികൾ അനുസരിച്ച് നമ്മുടെ ഖാദിമാർ നിശ്ചയിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്.
അപ്പോൾ ഈ ഒരു സംശയം പല ആളുകളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അത് പറഞ്ഞത്. അപ്പോൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി, നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. അവിടെ ളുഹുർ ബാങ്ക് കൊടുക്കുന്ന സമയത്തല്ലല്ലോ നമ്മളെ നാട്ടിലെ ളുഹുർ ബാങ്ക്. എന്നാൽ എന്തേ നമ്മൾ അതിനങ്ങനെ ആക്കാത്തത്? അപ്പോൾ നമുക്കെങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തുള്ള, അല്ലാഹ് സ്വീകരിക്കപ്പെടുന്ന, പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുന്ന മുഖ്ലിസീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ദുആഇൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ കാര്യം. ഇന്ന് അറഫയുടെ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്, പെരുന്നാളിൻ്റെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൽ നാം ചെയ്യുന്ന സദഖ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും കയ്യിലുള്ളതിൽ നല്ലൊരു സംഖ്യ തരും ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. എന്ത് മുറാദുകൾ വെച്ചുകൊണ്ടാണ് നൽകുന്നതെങ്കിലും നീ ഖബൂലാക്കണേ അല്ലാഹ്, ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ അറഫയുടെ ദുൽഹിജ്ജ 9 പരിശുദ്ധമായ ദിവസത്തിൽ നിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. 2 ലോകത്തേക്കും ഉപകാരപ്പെടും വിധം സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്. കബൂൽ ചെയ്യണം റഹ്മാനെ. റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാവ് മുത്തുനബി അറഫയുടെ മലമുകളിൽ പ്രയാസങ്ങൾ സഹിച്ച് സ്വഹാബത്തിന് പ്രഭാഷണം നടത്തിക്കൊടുത്തിയതിൽ അതിൽ അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞവരാണ്, ഞങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് പറഞ്ഞവരാണ്. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അഭിമാനം നീ രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്, പ്രതിസന്ധികളൊക്കെ മാറ്റണേ അല്ലാഹ്. തൃത്താലയിൽ താമസിക്കുന്ന മൊയ്തീൻ എന്നവരുടെ ഭാര്യ ആയിഷ എന്നവർ തലക്ക് പരിക്ക് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിലാണ്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശിഫയും സലാമത്തും നൽകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മകൻ അറിയിച്ചിട്ടുണ്ട്. മമ്മാക്കാനകത്ത് അലിക്കുട്ടി എന്നവർക്ക് വേണ്ടി അല്ലാഹു ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. الحمد لله رب العالمين الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب يسار سيدنا محمد المختار وآله الأطهار وصحابه الأخيار عدد نعم الله وإفضاله وعلى آله وصحبه وسلم. أرحم الرحمن يا الملك الجبار يا രാജാതി രാജനായ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്ത സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. ഇത്രയും സമയം നിന്റെ റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ സാന്നിധ്യമുള്ള ഇൽമിൻ്റെ മജ്ലിസിൽ പള്ളിയുടെ അകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു റബ്ബേ, മാരകമായ ക്യാൻസർ തരല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്, വേദന സഹിക്കാൻ പറ്റാതെ കാലിട്ടടിച്ച് പിടഞ്ഞ് മരിക്കുന്ന രോഗങ്ങൾ തരല്ല അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നു റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉലഹിയത്തിലേക്കൊക്കെ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വീകരിക്കണേ റഹ്മാനെ. 2 ലോകത്തും ഉപകാരപ്പെടും വിധം സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പള്ളിയുടെ പണിയിലേക്ക് 10,000 രൂപ സംഭാവന തന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്.
അല്ലാ. പരിശുദ്ധമായ അറഫയുടെ ദിവസത്തിലാണ്, വെള്ളിയാഴ്ച ദിവസത്തിലാണ് ജുമുഅ നിർവഹിച്ചുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയവരാണ്. അല്ലാഹുവേ, പാവങ്ങളായ ഞങ്ങളിലേക്ക് നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലം മുഴുവനും റാഹത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ സന്തോഷത്തോടെ പറഞ്ഞു മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വിദേശത്ത് പ്രയാസപ്പെടുന്നവർക്ക് നീ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. നാട്ടിൽ ജോലിക്ക് പോകുന്നവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കടലിലേക്ക് അന്നം തേടി പോകുന്നവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. റിസ്ഖിൻ്റെ വാതിൽ തുറക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ അറഫയുടെ ദിവസത്തിലാണ്, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന ഓരോ മുഅ്മിനീങ്ങളുടെ മനസ്സിലും നേറുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാം നീ പരിഹരിക്കണേ അല്ലാ. പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സാഹചര്യങ്ങളെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഈ മജ്ലിസിൽ നിന്ന് പിരിയുമ്പോഴേക്ക് അത് ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, മാരക രോഗങ്ങളുടെ രോഗാണുക്കൾ രോഗി അറിയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രോഗിയുടെ ശരീരത്തിൽ കൂടുകെട്ടി പാർക്കുമെന്നാണ്. പാവങ്ങളായ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ മുക്കുമൂലകളിൽ എന്തൊക്കെ മാരക രോഗത്തിൻ്റെ രോഗാണുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഏത് രോഗത്തിൻ്റെ രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിലുണ്ടെങ്കിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സർവ്വത്തിനെയും നീ നശിപ്പിക്കണേ അല്ലാ.